നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം സംഭവിച്ചു പോയതാ. ഇനി അവന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ എനിക്കിപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താ എതിയായിട്ട് ആലോചിക്കുന്നത്? അങ്ങനെ ശ്രേയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മരുവത്തൂർ വീട്ടിൽ ആദ്യമായി ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോവാ. നാടും നാട്ടുകാരും അറിയുന്ന വലിയൊരു ആഘോഷമാക്കി പവിത്രൻ ഇത് മാറ്റും. അതിന് നിങ്ങളെന്തിനാ അസൂയപ്പെടുന്നത്? നമ്മുടെ മകന്റെ കല്യാണവും ഇതുപോലെ തന്നെ നമുക്ക് നടത്താം. അന്ന് ഇതുപോലെ നാട്ടുകാരെ ഒക്കെ വിളിച്ച് വലിയൊരു പാർട്ടി കൊടുക്കണം. മൈസൂർ പാലസിന്റെ മാതൃകയിൽ വേണം പന്തലിടാൻ. ആ ഫാഷനൊക്കെ പോയി. ഇപ്പോ ഡെസ്റ്റിനേഷൻ മാരേജിന്റെ കാലമാ. ദൂരെ എവിടെയെങ്കിലും മനോഹരമായ ഒരു ദ്വീപിൽ, അല്ലെങ്കിൽ കടലിൽ ഒരു വലിയ ആഡംബര കപ്പലിൽ, അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ബീച്ചിൽ, അല്ലെങ്കിൽ പഴയ കാലത്തെ യുദ്ധസ്മാരകങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാ ഇപ്പോ കല്യാണം നടത്താൻ ആളുകൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോ നമുക്ക് നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് അവരെയൊക്കെ ആര് കൊണ്ടുപോകുന്നു? നമ്മൾ അച്ഛനും അമ്മയും പിന്നെ ഈ വീട്ടിലുള്ളവരും, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഇവിടെ ഒരു പാർട്ടി കൊടുക്കും, അത് മതി. ഇതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? ആവും. അതിനല്ലേ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ശ്രേയയുടെ കല്യാണം നടക്കുന്ന കൂട്ടത്തില് വീണയ്ക്കും കല്യാണം ആലോചിക്കണം. അധികം താമസിക്കാതെ തന്നെ അവളുടെ കല്യാണവും നടത്തണം. വീണയ്ക്ക് വേണ്ടി ഒരു ഗംഭീര പയ്യനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പയ്യൻ അമേരിക്കയിലാ. അവന്റെ അച്ഛനും അമ്മയും അവിടുത്തെ സിറ്റിസൺസാ. പയ്യനിപ്പോ ഇന്ത്യൻ എംബസിയിൽ ജോലിയുമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? എന്നിട്ടാ എന്നോടൊന്നും മിണ്ടാതിരുന്നത്? അങ്ങനിപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ ആരും കല്യാണം ആലോചിക്കണ്ട. എന്നെ കെട്ടിച്ചുവിടാൻ എന്താ ഇപ്പൊ ഇത്ര ധൃതി? പെൺകുട്ടികൾ പ്രായമായാൽ കല്യാണം കഴിപ്പിച്ചു വിടണം, അതല്ലേ അതിന്റെ രീതി. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? അമേരിക്കയിലുള്ള പയ്യനാ, അതും ഇന്ത്യൻ എംബസിയിൽ ജോലി. ഇനി ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും എനിക്ക് ആ ചെറുക്കന് വേണ്ട. അതെന്താ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് ആ ചെറുക്കനെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന്? ഇതുപോലൊരു വിവാഹവും കുടുംബവും നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. വേണ്ട, എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ബന്ധം മാത്രം മതി. എന്നാലേ എന്റെ ജീവിതം ശരിയാവും. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താടി, അങ്ങനെ വല്ലതുണ്ടോ? ഉണ്ട്. എനിക്ക് ഒരാളെ ഇഷ്ടം. അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ? അപ്പോ അത് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. എന്റെ ഇഷ്ടം കൂടെ നോക്കണം. ഇത് നിനക്ക് ഇഷ്ടാവോടി? ആദ്യം പയ്യൻ വന്നൊന്ന് കാണട്ടെ. ഒരു നല്ല ജോലി സാധ്യത പോലും ഇല്ലാത്ത ഈ നാട്ടിൽ കിടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? വല്ല അമേരിക്കയിലെങ്ങാനും പോയി എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങി സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. ഈ നാട്ടില് ജോലി സാധ്യത ഇല്ലെന്ന് ആന്റിയോട് ആരാ പറഞ്ഞത്? അതിന് ഈ നാട്ടിൽ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടാവണം, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങള് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. അത് ചിലപ്പോ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരിക്കും. എന്തു പറഞ്ഞടി? അങ്ങനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിലേ അതിപ്പോഴേ മാറ്റിക്കോണം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ അയ്യോ എതിയേട്ടാ, എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് മാറിയ മാറി ഇവിടെ.
ഇങ്ങോട്ട് വന്നേ. വിട് ആന്റി. മോളെ നീ എന്തായി കാണിക്കുന്നേ? ആന്റി, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ആന്റി ഈ പറയുന്നേ? ഒരാളെ ഇഷ്ടപ്പെടുന്നതൊക്കെ തെറ്റാണോ? ദേ നോക്ക്, ഒരു പെണ്ണ് ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പിന്നെ പിന്നെ എന്തിനാ എന്നെ? മോളെ തെറ്റതല്ല. എതി അങ്കിള് നിന്റെ അമ്മാവനാ. നിന്റെ മേൽ എല്ലാ അധികാരങ്ങളും ഉള്ള മനുഷ്യൻ. അമ്മാവനെന്ന് പറഞ്ഞാലേ അച്ഛന് സമവാ. അതിന് ഞാൻ അങ്കിളിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. മോളെ നീ അങ്ങനെ എടുത്തടിച്ച് പറയാൻ പാടില്ലായിരുന്നു. ദേ നിന്റെ അച്ഛനും കൂടി ഇല്ലാത്തതുകൊണ്ട് എതിയേട്ടന് നിന്റെ മേൽ വലിയ കെയറാ. ആന്റി, എനിക്കൊരാളെ ഇഷ്ടാ. അയാളെ കല്യാണം കഴിക്കാനാ എന്റെ തീരുമാനം. ആന്റി, ഞാൻ തീരുമാനം എടുത്തതേ മറ്റൊരാളുടെ കാര്യത്തിലല്ല, എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ കാര്യത്തിലാ. ഓക്കേ ഓക്കേ. എന്തോക്കെ? ഇവിടെ ഒന്നും ഓക്കെ അല്ല. ഇതിപ്പോ അമ്മാവന്മാര് പോയി പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിക്കുന്ന കാലമൊന്നും അല്ല, ലിവിങ് ടുഗദറിന്റെ കാലമാ. അപ്പോഴാ ഈ കാലഹരണപ്പെട്ട അവകാശവും കൊണ്ട് അമ്മാവന്മാർ ഇങ്ങോട്ട് വരുന്നത്. മക്കളുടെ ഭാവിയെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും, കല്യാണക്കാര്യത്തിൽ പ്രത്യേകിച്ചും. നീ നേരത്തെ പുച്ഛിച്ചു പറഞ്ഞല്ലോ അമ്മാവനെന്ന്. അച്ഛനില്ലാത്ത പെൺമക്കള് പുറത്തിറങ്ങുമ്പോ അവരുടെ ഏക ധൈര്യം തന്റെ ഉള്ള അമ്മാവന്മാർ തന്നെയാ. അവള് ലിവിങ് ടുഗദറിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. കഷ്ടം. എങ്ങനെ നീ ഗീതേച്ചിക്ക് വന്ന് പിറന്നു ഞാൻ ആലോചിക്കുന്നത്. ആന്റി പറയൂ, പിന്നെ ഞാൻ എന്റെ ജീവിതം ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിച്ചു തീർക്കണോ? അങ്ങനെ ആരും പറഞ്ഞില്ല. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നിന്നെ പോറ്റാൻ ഒരു ജോലി വേണം, നല്ല കുടുംബമായിരിക്കണം, പണം കുറവാണെങ്കിലും നല്ല അന്തസ് വേണം, മദ്യമോ മയക്കുമരുന്നോ കുടിച്ചു നടക്കുന്ന ഒരാളാവരുത്. എന്നാ മാത്രമേ നമുക്കിത് സമ്മതിച്ചു തരാനാകൂ. ഇക്കാര്യത്തില് എന്റെ ഭർത്താവ് പറയുന്നതേ ഞാൻ അനുസരിക്കൂ. കാരണം നീ പറഞ്ഞതുപോലെ പെണ്ണിന് അവകാശം ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ എന്ന ഭാര്യയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകുന്ന നല്ലൊരു ഭർത്താവാ നീ നേരത്തെ പുച്ഛിച്ചു തള്ളിയ നിന്റെ അമ്മാവൻ. അതുകൊണ്ട് മോളെ ഒരു ചൊല്ലുണ്ട്. അറിയാം, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നല്ലേ? ഈ വീട്ടിൽ വന്നു കയറിയ ശേഷം ആ ചൊല്ല് കേട്ട് കേട്ട് മടുത്തു. ആ ചൊല്ലല്ല, പിന്നെ കണ്ടറിയാത്തവൻ കൊണ്ടറിയൂന്ന്. ഹലോ ചന്തു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാര്യമൊക്കെ ഞാൻ കാണുമ്പോ പറയാം.